ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ അടുത്ത ക്ലാൻ വാർ ലീഗ് കളിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ക്ലാൻ വാർ ലീഗിൻ്റെ റിസൾട്ട് നോക്കാം. ഗൈസ്, നമുക്ക് വീണ്ടും ഒരു 44 സ്റ്റാർസാണ് നമുക്ക് കിട്ടിയത്. എല്ലാ ബേസും അടിച്ച് ക്ലിയർ ചെയ്ത് വിട്ടു. പാവം ഒരു ബേസ് മാത്രം നമുക്ക് നമ്മുടെ കൈ ഒതുങ്ങിയില്ല. അത് പാവം പയ്യൻ ഒരു ട്രൂപ്പ് എടുക്കാൻ മാറിപ്പോയി, അങ്ങനെ പ്രശ്നമായതാണ്. അല്ലെങ്കിൽ 45 എടുത്തേനെ. നമ്മൾ ഇന്ന് നമ്മുടെ ഡേ 6 ഓഫ് ക്ലാൻ വാർ ലീഗാണ് കളിക്കാൻ പോണേ. അത്യാവശ്യം ഈ ക്ലാൻ വാർ ലീഗ് ടോപ്പിലെ ഒരു ക്ലാനാണ്. പക്ഷേ അവന്മാരുടെ ടൗൺ ഹാളൊക്കെ ഭയങ്കര ലോ ലെവലാണ് ഗൈസ്. പക്ഷേ എന്നിട്ട് എങ്ങനെ ടൗൺ ഹാൾമാർ ഫസ്റ്റ് കയറിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് അല്ല, സെക്കൻഡ് കയറിയെന്ന് ഐഡിയ ഇല്ല. എന്തായാലും ഇവർ ഫുൾ ടാലൻറ്റഡ് ആൾക്കാരാണ്. എന്തായാലും നമുക്ക് ഒരു ടൗൺ ഹാൾ 8 ഉള്ളൂ. അതിനെ കയറി തന്നെ നമ്മൾ ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അയ്യോ, സേവ്ഡ് ട്രൂപ്സിൽ നിന്ന് യൂസ് ചെയ്യുന്നു. ഒരു ട്രൂപ്പ് മാത്രം ഇവിടെ നിന്ന് കട്ട് ഔട്ട് ചെയ്ത് മാറ്റിക്കളയുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു ബേബി ഡ്രാഗൺ, 2 ആർച്ചസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രൂപ്സ് എല്ലാം സെറ്റാണെന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസ് നോക്കാം. ടൗൺ ഹാൾ 8 ഏതാണ്? ഓക്കെ ഗൈസ്, നമുക്ക് ടൗൺ ഹാൾ 8 ബേസ് കിട്ടിയിട്ടുണ്ട്. ഈ ബേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസാണ്, ഭയങ്കര മാക്സ് ഒന്നുമല്ല. പക്ഷേ ഈ വെച്ചേക്കണ ഒരു വൃത്തിയിട്ട രീതിയാണ്, അത് കുറച്ച് ബാഡാണ്. അത് മാത്രമേ ഇവിടെ ബാഡായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ അറ്റാക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. ക്വീൻ ഇറക്കുന്നു, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. ഓക്കെ, ആ ക്ലാൻ കാസ്കേഡ്സ് ഈസി ഇപ്പോൾ വരും. പോയിച്ചാണ്. പോയിച്ചിട്ടത് ചെറുതായിട്ട് മാറിപ്പോയി. അവിടെ ഒരു ടോട്ടം ഫുൾ ഇടാം. ഓക്കെ, ക്വീനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ് അവിടെ ഇറക്കുന്നു. ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മെഷീൻ, ഫുൾ ഓഫ് ഡ്രാഗൺ റൈഡേഴ്സ് എല്ലാവരെയും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. വേറെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല. ഇമാർ ഇത്രയും വേണമെങ്കിൽ ഒന്ന് റൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് കാറ്റടിച്ചുകൊണ്ടിരിക്കും. ഡ്യൂപ്പ് ഡ്രാഗൺ നമ്മൾ ഇപ്പോഴത്തെ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുക്കണോ? വേണ്ട. അവിടെ ഭയങ്കര ഡാമേജാണ്. സീനല്ല ഗൈസ്. നമ്മൾ ചെറുതായിട്ട് പുതിയൊരു ഡ്യൂപ്പ് ഡ്രാഗൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു ഓഫർ വന്ന് 79 അങ്ങനെ എന്തോ ഒരു സാധനം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഐ ലൈക്ക് ഇറ്റ്. നോക്കാം. ഒരു ഡ്യൂപ്പ് ഡ്രാഗൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. ബട്ട് ഗ്രാൻഡ് വാർഡൻ വേറെ ഡയറക്ഷൻ കൂടെ വരുന്നുണ്ട്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുക്കാം. ഓക്കെ, പ്രശ്നം കാണുന്നില്ല. നമ്മുടെ ഡ്യൂപ്പ് ഡ്രാഗൺ തട്ടിപ്പോയിട്ടുണ്ട്. അവിടെ നടുക്കൊരു ടോട്ടഫിൽ ഇടുന്നു. ഡ്യൂപ്പ് ഡ്രാഗനെ തന്നെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യുന്നു. ആ ഏരിയ അത്രയൊന്ന് റേജ് ചെയ്യുന്നു. ഈ ഏരിയ നടുക്കൊരു ടോട്ടഫിൽ ഇടുന്നു. ക്വീന് ചത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ഇവിടെ ഇറക്കാം. നമുക്ക് റിവെഞ്ച് ടവറിലാണ് ഞാൻ വീണ്ടും ഒരു അയ്യോ, എൻ്റെ ട്രൂപ്സൊന്നും കാണാനില്ലല്ലോ ഗൈസ്. എല്ലാവരും ചത്തുപോയോ? വളരെ വേഗമാണ് ചത്തുപോയത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒരു ബേബി ഡ്രാഗൺ ഇവിടെ ഇറക്കാം. നമ്മുടെ ഡ്യൂപ്പ് ഡ്രാഗൺ ആ റിവെഞ്ച് ടവറും കൂടെ തീർന്നു. ഓക്കെ, മിനിയൻ പ്രിൻസ് ചത്തു. ഓക്കെ ഗൈസ്, സിമ്പിൾ 3 സ്റ്റാർ ആണ്. ബട്ട് ഈ ബേസ് അത്യാവശ്യം അല്ല, നമ്മുടെ ട്രൂപ്സൊക്കെ ഉണ്ട് ഗൈസ്. സ്പ്ലിറ്റ് ചെയ്തിറങ്ങിയതാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഒരു കൺഫ്യൂസ് ആയിപ്പോയി. എല്ലാ ട്രൂപ്സും ചത്തുവന്ന്. ഫസ്റ്റ് അറ്റാക്ക് സിമ്പിൾ. ഓക്കെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് അറ്റാക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു ടൗൺ ഹാൾ 17 ആണ്. ഞാൻ ടൗൺ ഹാൾ 18 അടിച്ചടിച്ച് ടൗൺ ഹാൾ 17 വരുമ്പോൾ എന്തോ ഒരു ടാസ്ക് പിടിച്ച ബേസ് പോലെ തോന്നും. ബട്ട് അത് വെറും തോന്നൽ മാത്രമായിരിക്കണം. ഓക്കെ, കുഴപ്പമില്ല. ക്വീൻ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. കൊള്ളാവോ? നൈസ്. ആ 2 എയർ സ്വൈപ്പറും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു അറ്റാക്ക് തന്നെയാണ്. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മെഷീൻ, ഫുൾ ഓഫ് ഡ്രാഗൺ റൈഡേഴ്സ്. ക്യൂവിനെ സപ്പോർട്ട് ചെയ്ത് മൊത്തത്തിൽ ലൂൺസ്. ഡ്യൂപ്പ് ഡ്രാഗൺ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറെ ഡയറക്ഷനിൽ കൂടെ ഇറക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടോട്ടംസിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പയ്യന്മാരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഡ്യൂപ്പ് ഡ്രാഗനെ സപ്പോർട്ട് ചെയ്ത് ഒരു ടോട്ടംസിൽ വെറുതെ ഇട്ട് കൊടുക്കുന്നു. വെറുതെ വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മാർ ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. മെയിൻ ബിൽഡിങ്സിനെല്ലാം ഒന്ന് ഞാൻ റൂട്ട് ചെയ്യുകയാണ്. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. ഓക്കെ, അവിടെ ഒരു പോയിസൺ ഇടുന്നു. ഡ്യൂപ്പ് ഡ്രാഗനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഒരു ടോട്ടംസിൽ ഇടുന്നു. മെയിൻ ബിൽഡിങ്സ് ഇതാ ഇവിടെ വീണ്ടും ഉണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെയും തട്ടിപ്പോയിട്ടില്ല. ആ റൂട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ മാറുമോ? മാറില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. മെയിൻ ബിൽഡിങ്സ് ആണ് ആ ഏരിയയിൽ. യെസ്, മാറി. ആ ഏരിയ ഒരു റേജ് ചെയ്തു. ഇപ്പുറത്തെ ഒരു ടോട്ടസിൽ ഇടുന്നു. ക്വീൻ ഇപ്പോൾ ചാവാറായി, ചത്തുപോയില്ല. ആ ഏരിയ നമ്മൾ വെറുതെ ഒരു ബേസും കൂടെ ഇടുന്നു. ഒരു ബേബി ഡ്രാഗൺ ഉണ്ട്. ആ ബേബി ഡ്രാഗൺ ഇപ്പുറത്ത് ഇറക്കുന്നു. മിനിയൻസ് ഉണ്ട്. ആ മിനിയൻസ് ഇറക്കുന്നു. ഒരു ആർച്ചറുണ്ട്. നമ്മുടെ 2 സ്പെൽസ് നമുക്ക് വെറുതെ വെച്ചേക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇരിക്കട്ടെ. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി അല്ല, ഡ്യൂപ്പ് ഡ്രാഗൻ്റെ എബിലിറ്റിയാണ് ഞാൻ കൊടുത്തത്. ഒരു ആർച്ചറും കൂടെ ഉണ്ട്. ആ ആർച്ചറും കൂടെ എടുത്തു. സിമ്പിൾ ഗൈസ്. ടൗൺ ഹാൾ 17 ആണ്. സോ നമുക്ക് ഇതൊരു റിലീഫായിട്ട് തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസാണ്. ഈസിയായിട്ട് തന്നെ നമ്മൾ 3 സ്റ്റാർ കിട്ടി. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത അറ്റാക്കും ഒരു ടൗൺ ഹാൾ 17 ആണ്.
പ്രത്യേകിച്ച് മാക്സ് ഒന്നും അല്ലാത്ത ഒരു പാവം പിടിച്ച ബേസാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 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 ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം. ക്വീൻ ഇറക്കി ക്യൂവിൻ്റെ എബിലിറ്റി കൊടുത്തു. വാവ് നല്ല ക്യൂവിൻ്റെ എബിലിറ്റി ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. ഫുൾ ഡ്രാഗൺ സീരി ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, വില്ലിംഗ് പ്രിൻസ്, നമ്മുടെ പുതിയ സേജ് മെഷീൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഓക്കെ, ഇപ്പുറത്ത് നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ക്യൂവിനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ് നമ്മൾ ഈ ഏരിയയിൽ ഇറക്കുന്നു. ഇനി ഓരോ സ്ഥലത്തും ടോട്ടസ് വെല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു നടുക്കൊരു ടോട്ടസ് വെല്ല് ഇടുന്നു. ഓക്കെ, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവന്മാർ ഇത്ര പേരെ ഒരു ടോട്ടസ് വെല്ലിടാം. അവിടെ ഒരു പോയിസൺ ഇടാം. ഇപ്പുറത്തൊരു ടോട്ടസ് വെല്ലിടാം. അയ്യോ കുഴപ്പം ഉണ്ടോ? ഇല്ല. വീണ്ടും നടുക്കൊരു ടോട്ടസ് വെല്ലിടുന്നു. നമ്മുടെ നമ്മുടെ ടൗൺ ഹാളിനെ പിടിച്ചൊന്ന് ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, കുഴപ്പമൊന്നും എൻ്റെ രീതിയിൽ ഇവിടെ കാണുന്നില്ല. ടൗൺ ഹാളൊക്കെ ഡൗൺ ആയി. ഈ അറ്റാക്ക് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഒരു ബേബി ഡ്രാഗൺ ഉണ്ട്. ബേബി ഡ്രാഗൺ എവിടെ ഇറക്കാനാണ്? ഇവിടെ ഇറക്കാം. ഓക്കെ, സെറ്റ്. അവിടേക്ക് എന്തായി? അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഹേസ്റ്റ് സ്പെല്ലാണ് എടുത്തത്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇത് തന്നെ അറ്റാക്ക് ചെയ്യാം. ഒരു ആർച്ചറുണ്ട്, ആ ആർച്ചറും കൂടെ നടക്കുന്നു. ഒരു ഹേസ്റ്റ് ഉണ്ട്. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. അത് ഞാൻ കൊടുക്കാൻ മറന്നുപോയി ബേസിക്കലി. ഹേസ്റ്റ് എന്തിനാണ് പിന്നെ വെച്ചേക്കണേ? ഇവിടെ ഹേസ്റ്റ് ഇടാം. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഗൈസ്. സിമ്പിളായിട്ട് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടൊന്നും കളിക്കാനുള്ള ഒരു ബേസൊന്നും ഇല്ല ഇവിടെ. പക്ഷെ ഇവരെ എങ്ങനെയാണ് ഫസ്റ്റ് അല്ല സെക്കൻഡ് കയറിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു ടൗൺ ഹാൾ 16 ആണ്. നമ്മൾ പോയി ഇപ്പോൾ ദാരിദ്ര്യത്തിലോട്ടാണ് പോകുന്നത്. ടൗൺ ഹാൾ 16 എനിക്ക് ഇഷ്ടമില്ല ബേസിക്കലി. നമ്മുടെ ഈഗിൾ ആർട്ടിലറി ഉണ്ട്, അത് കുറച്ച് ടാസ്ക്കാണ്. സോ ഞാൻ റിവെഞ്ച് സ്റ്റൈലിൽ ഒരു അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. റിവെഞ്ച് അല്ല, റിസ്ക് പിടിച്ചൊരു അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ക്വീൻ്റെ എബിലിറ്റി നൈസ്, സ്മൂത്തായിരുന്നു ക്വീൻ്റെ എബിലിറ്റി. ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ നടക്കുന്നു. ഗ്രാൻഡ് വാർഡൻ നടക്കുന്നു. മിനിയൻ പ്രിൻസ് ഇറക്കുന്നു. പുതിയ സേജ് മെഷീൻ നടക്കുന്നു. ഡ്രാഗൺ റൈഡേഴ്സ് സ്പ്രെഡ് ചെയ്ത് ഇറക്കുന്നു. മിനിയൻ പ്രിൻസ് ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പുറത്ത് ഇറക്കുന്നു. ലൂൺസ് ആ ഏരിയയിൽ ക്വീനെ സപ്പോർട്ട് ചെയ്ത് ലൂൺസ് ഇറക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇമാർ ഇത്രയും റൂട്ട് ചെയ്യാം. അയ്യോ, ഡ്യൂക്ക് ഡ്രാഗൺ ചാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഡ്യൂക്ക് ഡ്രാഗൺ ചാത്താം. ഞാൻ ഡ്യൂക്ക് ഡ്രാഗനെ ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ വീണ്ടും റിക്കവർ ചെയ്യാൻ വലിയ സീനൊന്നും കാണുന്നില്ല. അപ്പുറത്ത് ഒരു പൊസിഷൻ ഇടുന്നു. നമ്മുടെ റൂട്ട് സ്പെല്ലുള്ളതുകൊണ്ട് നമ്മൾ ആ ഈഗിൾ ആർട്ടറിനെ മൊത്തത്തിൽ തന്നെ നമ്മൾ അവൻ്റെ അറ്റാക്കിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്ത് ഫുള്ളും റൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. സോ ഈഗിൾ ആർട്ടറിയുടെ ശല്യമൊന്നും കാണുന്നില്ല. അവിടെ ഒരു ബേബി ഡ്രാഗൺ. ഓക്കെ, ഇവിടെ ഒരു 3 മിനിയൻസ്. ഓക്കെ, ഈഗിൾ ആർട്ടിലറി ബാക്ക് ഓൺ ട്രാക്ക്. കുഴപ്പമില്ല. അത് ടോട്ടസ്. ഓഹോ, ഒരു റേസ് ഇട്ടു. വീണ്ടും നടുക്കൊരു ടോട്ടസ് ഇടേണ്ട ആവശ്യമുണ്ടോ? ഇട്ട് കൊടുക്കാം. പാവമില്ല, ഒരു ടോട്ടസ്. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി, മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി ഇപ്പോൾ മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ഫ്രീസും കൂടെ വെറുതെ ഇട്ട് കൊടുക്കാം. നമുക്ക് വെറുതെ സ്പെല്ല് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ പറഞ്ഞു തീർന്ന മുമ്പിൽ നമ്മുടെ ബേസ് ഫുള്ളും ടോട്ടലി തീർത്തിട്ടുണ്ട്. ടൗൺ ഹാൾ 16 ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നു. അടുത്തതും ഒരു ടൗൺ ഹാൾ. ഈ ബേസ് റോയൽ ചാമ്പ്യൻ വോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കിവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം. നോക്കട്ടെ. എൻ്റെ രീതിയിൽ തന്നെ റോയൽ ചാമ്പ്യൻ കയറുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒരു ഇൻവി ഇട്ടു. റോയൽ ചാമ്പ്യൻ അവിടെ പൊട്ട ബിൽഡിങ്സിന് ടാർഗറ്റ് ചെയ്യുന്നു. കുഴപ്പമില്ല, റോയൽ ചാമ്പ്യൻ ഒന്ന് അകത്തോട്ട് കയറി വരുന്നില്ല. സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എന്ത് വന്നാലും സൈഡിൽ കൂടെ അങ്ങോട്ട് തെറിച്ച് പോകരുത്. അടുത്ത ഇൻവി ഇട്ടു. ടൗൺ ഹാളിനെ ടാർഗറ്റ് ചെയ്യടാ. ടൗൺ ഹാളിൻ്റെ അടുത്ത് പോടാ റോയൽ ചാമ്പ്യൻ. യെസ് ഗൈസ്, ടൗൺ ഹാളിനെ ടാർഗറ്റ് ചെയ്തു. റോയൽ ചാമ്പ്യൻ എബിലിറ്റി കൊടുത്തു. ആ ഏരിയയിൽ നല്ലൊരു രീതിയിൽ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇൻവി ഇട്ടു. റോയൽ ചാമ്പ്യൻ എങ്ങോട്ട് പോകും എന്ന് കണ്ടറിയാം. ഇങ്ങോട്ടാണ് പോകുന്നത്. കൊള്ളാം. അടുത്തൊരു ഇൻവി ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് 2 ഇൻവിയും കൂടെ ഉണ്ട്. ഇനി ഇൻവി ഇടണ്ട നമുക്ക്. ഇൻവി ഇടാം. അയ്യോ, ഓക്കെ. ചെറിയ പൊട്ട ബിൽഡിങ്സിൻ്റെ അടുത്തൊക്കെയാണ് റോയൽ ചാമ്പ്യൻ പോകുന്നത്. കുഴപ്പമൊന്നുമില്ല. അടുത്ത ഇൻവിയും കൂടെ ഇട്ടു. ആ ഏരിയ ഫുൾ തരം. ഇനി നമ്മൾ ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ തന്നെയാണ് നടക്കണം. സ്പ്രെഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, ഒരു ലൂണ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്, പുതിയ സേജ് മെഷീനും ഇറക്കിയിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൺ നമുക്ക് ഈ ഏരിയയിൽ ഇറക്കാം. ടാൻകാസിൽ CCയുടെ ഒരു പോർഷൻ പോലെ ഇടാം. ഇപ്പോൾ മെയിൻ ബിൽഡിങ്സ് ആയിട്ടുള്ള സിംഗിൾ ഇൻഫർണോ, ഈഗിൾ ആർട്ടിക്ക് മൊത്തം സിംഗിൾ ഇൻഫർണോ ആണല്ലോ. അത് പണി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാണോ. ബട്ട് കുഴപ്പമില്ല, നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ അപ്പുറത്തെ സൈഡിൽ കൂടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. ആ ഏരിയയിൽ ഒരു റേഞ്ച് കൊടുക്കാം. അപ്പോൾ അറ്റാക്ക് ഒന്ന് സ്പീഡാവട്ടെ. അപ്പോൾ പയ്യമ്മ ഡ്യൂക്ക് ഡ്രാഗനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഫ്രീസ്. ഷിറ്റ്, ഫ്രീസ് ഇട്ടാൽ വെറുതെ മാറിപ്പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല,
മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി കൊടുത്തു. ഫ്രീസ് മൊത്തത്തിൽ ഒരു സ്പ്രെഡിങ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ക്ലിയറൻസിന് വേണ്ടിയുള്ള നമ്മുടെ ട്രൂപ്സൊന്നും ഇല്ലല്ലോ. ഡ്യൂക്ക് ഡ്രാഗൻ തന്നെ വീണ്ടും റിവൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ ഇവന്മാർ അറ്റാക്ക് ചെയ്യുന്നു, ഇപ്പുറത്ത് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി പ്രത്യേകിച്ച് തന്നെ ബിൽഡിങ്സ് ഒന്നും കാണുന്നില്ല ഗൈസ്. ഏകദേശം മൊത്തം ട്രൂപ്സ് ഇവിടെ ഉണ്ട്. ഒരു ട്രൂപ്സ് പോലും ചത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. ടൗൺ ഹാൾ 16 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ടൗൺ ഹാൾ 16 ഭയങ്കര പുച്ഛമാണ് ഗൈസ്. ഞാൻ ടൗൺ ഹാൾ 16 കൂടെയാണ് വന്നത്. ബട്ട് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പണ്ട് ഞാനൊരു ടൗൺ ഹാൾ 16 ആയിരുന്നപ്പോൾ 16 ഭയങ്കര പാടായിരുന്നു. നമ്മളിപ്പോൾ 18 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതൊക്കെ ഭയങ്കര ചെറിയ ടൗൺ ഹാളിനെ പോലെ തോന്നുന്നു. ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തു. വീണ്ടും ഒരു ടൗൺ ഹാൾ 16 ആണ്. ഇവന്മാരുടെ ക്ലാനിൽ മൊത്തത്തിൽ ടൗൺ ഹാൾ 16 നിറച്ച് വെച്ചേക്കാണ്. ഈ അറ്റാക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യണം? ടോട്ടലി ഒരു കൺഫ്യൂസിങ് ബേസാണ്. റിവേഴ്സ് സ്ട്രാറ്റജി. റോയൽ ചാമ്പ്യൻ ഇപ്പുറത്ത് ഇറക്കുന്നു. ആ ഏരിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല. എന്നാൽ ഓക്കെ, അടുത്തൊരു എൻവി. റോയൽ ചാമ്പ്യൻ ചാവരുത്. അടുത്തൊരു എൻവി. ഓക്കെ, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു എൻവി. ഓക്കെ, നമ്മുടെ 5 ഇൻവിയും കൂടെ ഉണ്ട്. നമുക്ക് റോയൽ ചാമ്പ്യൻ ചാവാതെ നമുക്കൊന്ന് പിടിച്ചുകൊണ്ട് പോകണം. അടുത്തൊരു എൻവി ഇട്ടു. ഓക്കെ, റോയൽ ചാമ്പ്യൻ സ്മൂത്തായിട്ട് തന്നെ അകത്ത് കയറുന്നുണ്ട്. അടുത്തൊരു എൻവി. നമുക്കിനി ബാലൻസ് ഒരു എൻവി. ഇനി 2 ഇൻവി ഉണ്ട്. ടൗൺ ഹാളിനെ ടാർഗറ്റ് ചെയ്യുന്നു. അതൊരു വലിയൊരു ബോണസ് ആയിട്ട് തന്നെ കൂട്ടേണ്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ഇൻവിയും കൂടെ ഇട്ടു. നടുക്കൊരു പോയിസൺ ഇടുന്നു. ഫുൾ ഒരു ഡ്രാഗൻ ഇവിടെ, ബാക്കി ഫുൾ ഡ്രാഗൻസ് ഈ ഏരിയയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻസ്, പുതിയ സേജ് മിഷൻ, 2 ലൂൺസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഈ ഏരിയയിൽ ഇറക്കുന്നു. ഡ്യൂക്ക് ഡ്രാഗൺ നമുക്ക് ഈ ഏരിയനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, 2 മിനിയൻസും ഉണ്ട്. മിനിയൻസും കൂടെ നമുക്ക് വെറുതെ റാൻഡമായിട്ട് ഇറക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ പയ്യന്മാരെല്ലാവരും നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇമാർക്ക് ഒരു എബിലിറ്റി കൊടുക്കും. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. ഡ്യൂക്ക് ഡ്രാഗൻ ആ ഏരിയയിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. ബേബി ഡ്രാഗൻ ടോപ്പ് സൈഡിൽ ഇറക്കുന്നു. ഞാൻ അടുത്തൊരു ബേബി ഡ്രാഗൻ ഇപ്പുറത്തെ സൈഡിൽ ഇറക്കുന്നു. അറ്റാക്ക് ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സ്പീഡി അറ്റാക്ക് ഒക്കെ ഇറക്കുന്നത്. ഓക്കെ, പോയിസൺ അല്ല, ഫ്രീസ് ഉണ്ട്. ഫ്രീസ് ആ ഡ്യൂക്ക് ഡ്രാഗൻ പോയില്ല. ഈ ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യാം. അവിടെ പ്രത്യേകിച്ച് വലിയ ട്രൂപ്സൊന്നും ഇല്ല. എന്നാലും ഞാൻ റേസ് ചെയ്യാണ്. അറ്റാക്ക് ഒന്ന് സ്പീഡാക്കാൻ, ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഡ്യൂക്ക് ഡ്രാഗൻ ആ മുകളിലത്തെ ഡ്യൂക്ക് ഡ്രാഗൻ ഒരു ഫ്രീസ് ഇട്ടു. മിനിയൻ പ്രിൻസ് എവിടെയാണ്? വേണ്ട, റോയൽ ചാമ്പ്യൻ നമുക്ക് റിക്കവറി ചെയ്യാം. അറ്റാക്ക് ഒന്ന് സ്പീഡ് കൂട്ടാനാണ് ഞാൻ റാൻഡമായിട്ട് എൻ്റെ ട്രൂപ്സിനൊക്കെ ഞാനിങ്ങനെ ഇറക്കി വിടുന്നത്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തു. സ്റ്റണ്ണിങ് എബിലിറ്റിയാണ്. മിനിയൻ പ്രിൻസിൻ്റെ അറ്റാക്ക് തീരുന്നു. അവിടെ അറ്റാക്ക് തീരുന്നു. അപ്പുറത്തെ അടുത്ത അറ്റാക്ക് തീരുന്നു. ഓക്കെ ഗൈസ്, ഓക്കെ, സിമ്പിൾ. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒരു ടൗൺ ഹാൾ 15 ആണ്. പാവം ലെവൽ കുറഞ്ഞ് വരികയാണ് ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഈ ബേസ് കുറച്ച് ബാഡ് ബേസാണ്. കുഴപ്പമില്ല. റോയൽ ചാമ്പ്യനെ നമുക്ക് ഇവിടെ തന്നെ ഇറക്കുന്നു. റോയൽ ചാമ്പ്യൻസ് ഈ ബേസ് നമുക്ക് സ്പീഡി അറ്റാക്ക് ചെയ്യാം. ഇൻവി ടു റോയൽ ചാമ്പ്യനെ നേരെ തന്നെ അകത്ത് കെട്ടാനാണ് പ്ലാൻ. ഓക്കെ, സ്മൂത്തായിട്ട് അകത്ത് കയറുന്നുണ്ട്. അടുത്ത് ഇൻവി ടു. ഓക്കെ, ഈ ഗ്ലാർട്ടറി ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ റോയൽ ചാമ്പ്യൻ നല്ല രീതിയിൽ അകത്ത് കയറിയിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. അടുത്തൊരു ഇൻവി, മൊത്തത്തിൽ ഒരു ഇൻവി ഇട്ടു. പക്ഷേ ഒരു ബിൽഡിങ്സ് ഇൻവിയിൽ കയറിയിട്ടില്ല. അടുത്തൊരു ഇൻവി, റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റി കൊടുത്തു. ഒന്ന് സ്പീഡ് ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻവി. ഓക്കെ, അടുത്തൊരു ഇൻവി. ഇത് മിക്കവാറും അവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ്. അയ്യോ, അടുത്ത ഇൻവി. ഓക്കെ, മൊത്തത്തിൽ നമ്മുടെ എല്ലാ ഇൻവീസും ഇട്ടു. അറ്റാക്ക് സ്പീഡ് ചെയ്യാം. ഫുൾ ഡ്രാഗൺസ് ഈ ഏരിയയിൽ നമുക്ക് മൊത്തത്തിൽ ഇറക്കുന്നു. ഗ്രാൻഡ് വാർഡൻ ഇറക്കുന്നു. മിനിയൻസ് ഇറക്കുന്നു. ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കുന്നു. പോയിസൺ ആ ക്ലാൻ കാസിൽ CCയുടെ അവിടെ ഇറക്കുന്നു. മറ്റേ പുതിയ സാധനം ഇറക്കുന്നു. ഇവിടെ ഒരു ബേബി ഡ്രാഗൺ ഇറക്കുന്നു. ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പുറത്തെ സൈഡിൽ ഇറക്കുന്നു. മൊത്തത്തിൽ നമ്മുടെ പയ്യന്മാരെ എല്ലാവരും നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. വേറെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതെന്താ അവിടെ എടാ, ഞാൻ മണ്ടത്തരം വല്ലതും കാണിച്ചോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മണ്ടത്തരം കാണിച്ചോടി ഇല്ല. ക്യാമറയുടെ ഡെബിലിറ്റി കൊടുത്തു. ആ ഏരിയയിൽ ഒന്ന് റേസ് ചെയ്യാം. ആ ടൗൺ ഹാളിൽ അങ്ങ് പെട്ടെന്ന് തട്ടിക്കളയണം. അതാണ് നമ്മുടെ മെയിൻ എയിം. പക്ഷേ മോണോലിത്തുണ്ട്, സിംഗിൾ ഇൻഫർമേഷൻ ഉണ്ട്. ഞാനൊരു മണ്ടത്തരം വല്ലതും കാണിക്കുമോ എന്ന് എനിക്ക് വീണ്ടും ഡൗട്ട് അടിച്ച് തുടങ്ങി ഗൈസ്. ബട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, മിനിയം പ്രിൻസ് ഡെബിലിറ്റി കൊടുത്തു. മൊത്തത്തിൽ അവിടെ ഒരു ഫ്രീസായി. ഇത് എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നുന്നില്ലല്ലോ. ഫ്രീസ്, മോണോലിത്ത് ഡൗൺ ആയി. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി സ്വന്തമായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ മാത്രം ഒന്നും പറയരുത് പ്ലീസ്. ഡ്യൂക്ക് ഡ്രാഗൻ അല്ല, മിനിയൻ പ്രിൻസ് ചത്തു. സിംഗിൾ ഇൻഫർണ ഉണ്ട്.
ഞാൻ മണ്ടത്തരം കാണിച്ചില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്താ ട്രൂപ്സൊക്കെ നേരത്തെ ചത്തുപോയത്? ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഭയങ്കര കെയർലെസ് ആയിട്ട് അറ്റാക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് അറ്റാക്ക് കൊണ്ട് പ്ലീസ് കളയരുത്, പ്ലീസ് കളയരുത്, ഞാൻ പ്ലീസ് കളയരുത്. ഡ്രാഗൻ 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 ഓഫ് എൻ്റെ പൊന്നോ ഡ്രാഗനെ ഗൈസ്. ഡ്രാഗൻ ചത്തുകൊണ്ട് ആ സിംഗിൾ ഇൻഫർമ പോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചത്തേനെ. ഓഫ്, അതൊരു ലാസ്റ്റത്തെ അറ്റാക്ക് ഒരു ചെറിയ ടൗൺ ഹോളിനെയാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ അതൊരു കുറച്ച് സ്ട്രെസ്ഫുൾ അറ്റാക്ക് ആയിപ്പോയി. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ അറ്റാക്കും നമ്മൾ തീർത്തിട്ടുണ്ട്. ടോപ്പ് ബേസ് മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവന്മാർ ഫുള്ള് ലോ ലെവൽ ടൗൺ ഹോൾസ് ആണ്. പക്ഷേ എന്നിട്ട് അവന്മാർ കിടിലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ബൈ.